ഇതൊരു ബ്യൂട്ടി ടിപ്സാണ്. ഉഴുന്നും അരിയും നമ്മൾ ദോശയ്ക്ക് അരക്കത്തില്ലേ, അപ്പം എന്തായാലും കുറച്ച് ഒരു സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ മുഖത്തിട്ടിട്ട് ഉണങ്ങി പോകുന്നതിന് മുമ്പ് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് ഒന്ന് കഴുകി കളഞ്ഞ് മുഖത്ത് നല്ല ടാനൊക്കെ മാറിക്കിട്ടാൻ നല്ലതാണേ. എല്ലാ ദിവസമൊന്നും അല്ല, ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ചെയ്താൽ മതി. എൻ്റെ ഫ്രണ്ട്സൊക്കെ കുറേ പേര് ഈ കുറേ വൈറ്റനിങ് ക്രീമും ബ്രൈറ്റനിങ് ക്രീമൊക്കെ വാങ്ങിച്ച് പുരട്ടുന്നുണ്ട്. ഇപ്പോൾ അവരൊക്കെ നല്ല തുടുത്ത് വെളുത്തൊക്കെ ഇരിക്കും. കുറച്ച് നാളുകൂടി കഴിയാൻ നേരത്ത് ഇത് എന്തെങ്കിലുമായിട്ടുള്ള ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാവും. അതായത് കിഡ്നിക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അങ്ങനെയൊക്കെ ആവും. ഇതാകുമ്പോൾ ഒരു കുഴപ്പമില്ല, ഒന്നും വരുമെന്ന് പേടിക്കണ്ട. പിന്നെ ഇത്തിരി കളറൊന്നും വരാൻ പോകുന്നൊന്നുമില്ല, ഇത്തിരി ടാനൊക്കെ കുറയും. കളറിന് വേണമെങ്കിൽ നമുക്ക് സ്കിൻ ബ്രൈറ്റനിങ് ക്രീമൊക്കെ ഇപ്പോൾ ഇഷ്ടം പോലെ കിട്ടും. അതൊക്കെ വാങ്ങിച്ചിട്ട് കുറേ നാൾ കൂടി കഴിയാൻ നേരത്ത് സ്കിന്നിൻ്റെ എല്ലാ സാധനവും പോകും. സ്കിന്നിൻ്റെ എല്ലാം പോയി പിന്നെ ഒരു ആർട്ടിഫിഷ്യൽ സ്കിന്നായിട്ട് മാറും. പിന്നെ എപ്പോഴും സ്കിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നടക്കണം. ഇപ്പം പണ്ട് ഞാനിങ്ങനെ പുരട്ടിയിട്ടുണ്ട്. ഞാൻ ഒരു സ്ഥലത്ത് ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് എല്ലാവരും നല്ല വെളുത്ത് തൊടുത്തിരിക്കുന്ന കണ്ടപ്പോഴത്തേനും ഞാനും ഈ സ്കിൻ ബ്രൈറ്റനിങ് ക്രീം വാങ്ങിച്ച് പുരട്ടിയായിരുന്നു. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനത് ഒരു പ്രാവശ്യം 500 രൂപ കണ്ടായിരുന്നു ഒരു ടിന്നിന്. എൻ്റെ ഒരു കൂട്ടുകാരത്തി എനിക്ക് പറഞ്ഞു തന്നെ ആ ക്രീമിൻ്റെ കാര്യം. അപ്പം ഞാനതിങ്ങനെ ഒരു പ്രാവശ്യം വാങ്ങിച്ച് പുരട്ടി. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് വാങ്ങിക്കാൻ കാശില്ലായിരുന്നു. അങ്ങനെ നിർത്തിക്കഴിഞ്ഞപ്പോൾ മൊത്തവും കുരു വന്ന് അന്നെനിക്ക് മനസ്സിലായി. ഞാൻ പിന്നെ ആ സാധനം നിർത്തി. പിന്നെ ഇതൊക്കെയാണ് നമുക്ക് പറ്റത്തുള്ളൂ. ചിലവും വരത്തില്ല, വെളുത്ത് തുടുക്കത്തൊന്നുമില്ല, വെളുത്തിട്ട് പാറത്തൊന്നുമില്ല, എന്നാലും കുറച്ച് ഒരു മാറ്റമൊക്കെ കാണും. പിന്നെ നമ്മുടെ തൊലിയുടെ കളറൊന്നും ഒരിക്കലും കുറേ നാളത്തേക്കൊന്നും നിൽക്കത്തൊന്നുമില്ല. ഒരു വെളുത്ത കളറൊന്നും ആയിട്ട് മാറത്തൊന്നുമില്ല. അത് കുറച്ച് നാൾ ആ ക്രീം പുരട്ടുന്ന കൊണ്ടുള്ള ഒരു ഇതേ ഉള്ളൂ. ഇത് ക്രീമല്ല, നാളെ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാൻ പോകുന്നതിൻ്റെ മാവാണ്. ഇതൊക്കെ മതി നമുക്ക്. എനിക്ക് ഇനി ക്രീമൊന്നും വാങ്ങിക്കാൻ വേണ്ട, കിഡ്നി അടിച്ച് പോകേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പോൾ പണ്ട് എൻ്റെ കൂടെ പഠിച്ച കുറേ പേരൊക്കെ ഇരുണ്ട ആൾക്കാരൊക്കെ ഇപ്പം വെളുത്ത് നല്ല തുടുത്തിരിക്കുന്ന കാണാം. എനിക്ക് മനസ്സിലായി. ഞാനവരോട് ചോദിക്കാറുമില്ല അവരെന്താണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നതെന്ന് ചോദിക്കാറൊന്നുമില്ല. കാരണം നമുക്കറിയാമല്ലോ, കൊക്കെത്ര കുളം കണ്ടതാ അല്ലേ.